من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മുസ്ലിങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചറബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച ഒരുപാട് സഹാബിമാരെ കുറിച്ച് നമുക്കറിയാം. അതിൽ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതിൻ്റെ ഫലമായിക്കൊണ്ട് തൻ്റെ യജമാനൻ്റെ കയ്യിൽ നിന്ന് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു സഹാബിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം തന്നെയാണ്, എങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ബിലാൽ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന, ആദ്യകാലം മുതൽ തന്നെ പ്രവാചകനെയും അതുപോലെ തന്നെ ഇസ്ലാമിനെയും ക്രൂരമായി ദ്രോഹിച്ചിരുന്ന ഒരാളുടെ അടിമയായിരുന്നു ബിലാൽ. എങ്ങനെയോ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിക ആദർശം ഉൾക്കൊള്ളുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. ബിലാൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയുന്ന ഉമയ്യക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ഉമയ്യയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉമയ്യ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ഉമയ്യ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതോപായമായി സ്വീകരിച്ച് ഉമയ്യയുടെ അടിമയായി കഴിയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് ബിലാലിൻ്റെ ഉടമസ്ഥനായിരുന്ന ഉമയ്യയെ സംബന്ധിച്ച് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തൊക്കെ ചെയ്താലും താൻ പിന്തിരിഞ്ഞു പോകില്ല, തന്നെ ഇസ്ലാം ഉപേക്ഷിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് മനസ്സിലാക്കിയ ഉമയ്യ അതിക്രൂരമായിട്ടാണ് ബിലാലിനെ ശിക്ഷിക്കുന്നത്, പീഡിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അറേബ്യയിൽ ചുട്ടുകൊള്ളുന്ന മണലിൽ വിവസ്ത്രനായിക്കൊണ്ട് അദ്ദേഹത്തെ കിടത്തി. എന്നിട്ട് എടുത്താൽ പൊന്നാത്തത്രയും കനമുള്ള ഒരു പാറക്കല്ലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറ്റി വെച്ചു. അവിടെ തീർന്നില്ല.
ഒരു കയറ് കഴുത്തിൽ കെട്ടിയിട്ട് ആ നാട്ടിലെ തെമ്മാടിക്കുള്ളിലേക്ക് വലിക്കാൻ കൊടുത്തു. നമുക്ക് നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ചെയ്തിട്ടുള്ള ഏക തെറ്റെന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചു എന്നത് മാത്രമാണ്. അതിന്റെ പേരിൽ ആ ചുട്ടുകൊള്ളുന്ന മണലിൽ കിടത്തിയിട്ട് അടിയിൽ നിന്നുള്ള ചൂട് അദ്ദേഹത്തിന് ഏൽക്കുന്നുണ്ട്. മരുഭൂമിയാണ്. ഒരു ചെരുപ്പില്ലാതൊക്കെ നമ്മളൊന്ന് മണലിലൂടെ നടന്നു നോക്കിയാൽ മതി. അതിന്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. മുകളിൽ നിന്ന് കത്തിയടിയുന്ന സൂര്യനുണ്ട്. അതിനൊക്കെ പുറമെ നെഞ്ചത്തൊരു പാറക്കല്ലിരിക്കുന്നുണ്ട്. ആ പാറയും വെയിലുകൊണ്ട് ആ ചൂടാവും. ആ ചൂടും അദ്ദേഹത്തിന്റെ നെഞ്ചിങ്ങനെ ഏറ്റുപേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലും നീ അല്ലാഹുവിനെ എതിർത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശിക്ഷയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാം എന്ന് ഉമയ്യ ആവർത്തിച്ച് പറയുമ്പോഴും ബിലാൽ റളിയല്ലാഹുവിന്റെ നാവിൽ നിന്ന് വന്നത് അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നുള്ള ഒരൊറ്റ വചനമായിരുന്നു എന്നാണ്. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇത് കണ്ട് സഹിക്കവയ്യാതെയാണ് അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെ വില കൊടുത്തു തുടങ്ങിയിട്ട് മോചിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ വിഷയം അതല്ല കേട്ടോ, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരിക്കൽ പിന്നീട് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരും അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അത്രേ, താങ്കൾ അന്ന് എന്താണ് ആ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിൽ അഹദ് അഹദ് എന്ന് മാത്രം പറഞ്ഞത് എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതിന് അദ്ദേഹം തിരിച്ചു നൽകിയ മറുപടി എന്ന് പറയുന്നത്, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് അന്നാകെ അറിയാവുന്ന ഒരേ ഒരു കാര്യം അല്ലാഹു അഹദാണ്, അല്ലാഹു ഏകനാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് മാത്രം മനസ്സിലാക്കി ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന് യജമാനന്റെ സമ്മതം കൂടാതെ പുറത്തിറങ്ങാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സന്നിധിയിൽ ദാറുൽ അർഖമിൽ വന്ന് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലാഹുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ ഒന്നും ബിലാലിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്താണോ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് അത് ജീവിതത്തിൽ അപ്പടി പകർത്തുകയും തന്റെ അത്രയും പീഡനം അനുഭവിക്കുന്ന ആ ഒരു വേളയിൽ പോലും അത് തന്റെ നാവ് കൊണ്ട് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പഠിക്കാൻ അവസരം ഇല്ലാതിരുന്നിട്ട് പോലും അല്ലാഹുവിനെ കുറിച്ച് എന്താണോ ബിലാൽ മനസ്സിലാക്കിയത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതുപോലെ അത് പുലർത്തുന്നതാണ് നമുക്ക് ഇതിന് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഒരു അവസ്ഥ നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം സുഖ സൗകര്യങ്ങളുടെ കാലഘട്ടത്തിലാണ്. അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമായി കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ്, ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് മുമ്പിൽ എത്തുന്നത് അറിവിന്റെ ഒരു വിസ്മയ ലോകമാണ്. പക്ഷേ ഇത്തരം ഒരു സൗകര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ തിരുസുന്നത്തിൽ നിന്നും പടച്ച റബ്ബിനെ കുറിച്ച്, നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള റബ്ബിനെ കുറിച്ച് നമ്മൾ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര കണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ഒന്ന് ഈ എന്നെ അടക്കമുള്ള ആളുകളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നിപ്പോവാണ്. അള്ളാഹുവിനെ കുറിച്ച് എത്ര കണ്ട് നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ലോകത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവത്തെ എതിർക്കുന്ന ആളുകളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതായത് നിരീശ്വരവാദികളെ, പ്രപഞ്ചത്തിൽ ഒരു നാഥനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകളൊക്കെ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇത്ര ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടത്തിന് മുമ്പൊന്നും കടന്നുപോയിട്ടില്ല. പലപ്പോഴും കുറച്ചു മുമ്പൊക്കെ ഉണ്ടായിരുന്ന ചർച്ചകൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആയിരുന്നില്ല. ആരായിരുന്നു യഥാർത്ഥ ദൈവം എന്നതിനെ കുറിച്ചൊക്കെയാണ് ചർച്ചകൾ ഉണ്ടായിരുന്നത്. അതായത് അല്ലാഹുവാണോ യഥാർത്ഥ ദൈവം, അതല്ല യേശുവാണോ യഥാർത്ഥ ദൈവം, അല്ലെങ്കിൽ ജൂതന്മാർ പറയുന്നത് പോലെ മറ്റാരെങ്കിലുമാണോ, യഹോവയാണോ യഥാർത്ഥ ദൈവം എന്നുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറിയിട്ട് ഇപ്പൊ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ നിരീശ്വരവാദപരമായിട്ടുള്ള സംഗതികളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ദൈവത്തെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഒരു മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു വലിയൊരു അഭിമാനമായി കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോ എന്റെ പല സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാനങ്ങനെ മതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, ഞാനങ്ങനെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ദൈവത്തിലും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് ഒരു അഭിമാനം പോലെയാണ്.
അതായത് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ എന്തോ ഒരു മഹത്തരമായിട്ടൊരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ കൃതിക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞൊരു കാര്യം വേണം, അങ്ങനെയൊന്നും കരുതണ്ടല്ലോ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഉമ്മറപ്പടിയും കടന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പെൺകുട്ടികളെയും അതുപോലെ തന്നെ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറഞ്ഞു ദൈവമൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ, പടച്ചോനൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടോ എന്നവർ ചിലപ്പോൾ നമ്മൾ മുഖത്ത് നോക്കി പറയും. ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധ ബുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് എന്നുള്ള എടുത്തു പറയുന്നത് സൂറത്തുൽ അൻആം 6-ാം അധ്യായം, സൂറത്തുൽ അൻആമിലെ 91-ാമത്തെ വചനത്തില്, സൂറത്ത് ഹജ്ജിലെ 22-ാം അധ്യായം, സൂറത്ത് ഹജ്ജിലെ 74-ാമത്തെ വചനത്തില്, അതുപോലെ തന്നെ സൂറത്ത് സുമറിലെ 39-ാം അധ്യായം, സൂറത്ത് സുമറിലെ 67-ാമത്തെ വചനത്തില് അത് പറയുന്നുണ്ട് അതായത് എന്നതിന്റെ അർത്ഥം അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് അള്ളാഹു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിനെ യഥാവിധി കണക്കാക്കണം, അറിയണം. അതിനെ കൊണ്ടുവേണം അവരെ വിശ്വസിക്കാനും അവരെ ആരാധിക്കാനും എന്നൊരു നിർബന്ധ ബുദ്ധി അള്ളാഹുവിനുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ആവർത്തിച്ച് അള്ളാഹുവിനെ നിങ്ങൾ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് യഥാവിധി മനസ്സിലാക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കണക്കാക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത് എവിടുന്ന് മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ പ്രവാചകന്റെ തിരുസുന്നത്തിലൂടെ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ബോധം കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ഉപയോഗിക്കുന്ന പല രീതിയിൽ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു ഉപമയായിരുന്നു സൂറത്തുൽ നൂറിലെ 35-ാമത്തെ ആയത്തോട് അള്ളാഹു വിശദീകരിക്കുന്ന ഒരു, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഉപയോഗിക്കുന്ന ഒരു ഉപമ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നിപ്പോകും. ആയത്തിൽ പ്രകാരം ആയത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്നാണ് ആയത്തിലൂടെ പറയുന്നത്. അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ വെളിച്ചമാണ്, പ്രകാശമാണ് അള്ളാഹു. നമ്മൾ നോർമലി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വെളിച്ചം എന്നതിന് ഒരുപാട് ആശയതലങ്ങളും അർത്ഥവും ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, അപ്പൊ അയാള് ജീവിതത്തിൽ ആകെ മദ്യപിച്ച് രട്ടുകെട്ട് ജീവിതം തന്നെ കൈ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു സുഹൃത്ത് വന്നിട്ട് അവനെ ഇങ്ങനെ കൈ പിടിച്ച് അവന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവന്നാൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ പറയും കാര്യം അത് ആ സുഹൃത്താണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറിയത് എന്ന്. അതുപോലെ ആ രീതിയിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അള്ളാഹുവിനെ കണക്കാക്കാൻ പറ്റും. കാരണം അള്ളാഹു വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ജീവിതമാർഗം തന്നവൻ, നമുക്ക് വേണ്ട ഭക്ഷണം നൽകിയവൻ, നമ്മുടെ സന്മാർഗത്തിലേക്ക് ആക്കിയവൻ എന്ന തരത്തിലൊക്കെ ഈ വെളിച്ചത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു വെളിച്ചത്തെ ഉപയോഗിക്കാൻ തോന്നുന്നത് ഒരല്പം ശാസ്ത്രീയമായിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൂർ എന്ന് പറയുന്നത്, പ്രകാശം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. ഊർജം എന്താണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ, ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഒരു 9-ലും 10-ലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡെഫിനിഷൻ കാണാൻ പറ്റും. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു എനി വർക്ക് എന്ന് പറയാം. അത് ഊർജം എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തോ ഒന്ന്. അതായത് ഈ ഭൂമിയിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലോ നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ പിറകിൽ ഒരു ഊർജം വേണ്ടി വരും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്. അങ്ങനെയാണ്. ഊർജം ഇല്ലാതെ ഇവിടെ ഒന്നിനും നിലനിൽപ്പില്ല, നമുക്ക് പോലും ഇല്ല. അപ്പൊ നമ്മൾ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തിനേറെ പറഞ്ഞ ഉറങ്ങുന്നവരെയുണ്ട്. ഈ പറയുന്ന എല്ലാ പ്രവർത്തികൾക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ഊർജം വേണം. നമ്മുടെ ശരീരത്തിൽ വേണ്ട ഊർജം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഒരു വാഹനം ഓടിക്കണമെങ്കിൽ അതിന് ഊർജം വേണം, എനർജി വേണം. ആ ഊർജം അതിന് ലഭിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പെട്രോളോ ഡീസലോ ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന തീയിൽ നിന്ന് അല്ലെങ്കിൽ ചൂടിൽ നിന്നുമാണ്.
ഒരു പള്ളിയുടെ ഹാളിൽ ഒരുപാട് ഉപകരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഫാൻ കറങ്ങുന്നുണ്ട്, ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്, ഈ മൈക്രോഫോൺ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആംപ്ലിഫയർ ഉണ്ട്. ഇതിനൊക്കെ ഊർജ്ജം കാണാം. ഇതിനോട് കൊടുക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് വൈദ്യുതിയാണ്, ഇലക്ട്രിസിറ്റിയാണ്. ഈ ഒരു ഊർജ്ജമാണ് ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ പ്രകാശത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അതൊരു ഊർജ്ജം ആയിട്ടാണ്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പറയാം. ഒരു ഊർജ്ജത്തിന്റെ ഒരു രൂപമാണ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയുന്നത്. അവിടെ ഈ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായ ഒരു നിയമ ലോകത്ത് നിൽക്കുന്നുണ്ട്. ഊർജ്ജ പരിപാലന സിദ്ധാന്തം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാം. ആ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഊർജ്ജത്തെ പുതുതായിട്ട് നമുക്ക് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉള്ളൊരു ഊർജ്ജത്തെ നമുക്ക് നശിപ്പിക്കാനോ സാധ്യമല്ല. ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോകത്തിന്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് തന്നെ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലാണ്. കാരണം നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഇവിടെ വന്ന വൈദ്യുതി എങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക? ചിലപ്പോൾ നമ്മുടെ വീട്ടിന്റെ മുകളിൽ വെച്ചൊരു സോളാർ പാനലിൽ നിന്നായിരിക്കും. ഒരു ഉദാഹരണം എടുക്കാം. ഈ സോളാർ പാനൽ എങ്ങനെ വൈദ്യുതി ഉണ്ടായത്? ആ സോളാർ പാനലിൽ വന്ന് തട്ടുന്ന പ്രകാശം എന്ന ഊർജ്ജം ആ സോളാർ പാനൽ എന്താക്കി മാറ്റുക ചെയ്തിട്ടുള്ളത്? വൈദ്യുതിയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു ഊർജ്ജത്തെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും ഇങ്ങനെയാണ് സംഭവിക്കുക. വിശദമായിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാൻ സമയമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രകാശം എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് ആവശ്യമുള്ള ഏറ്റവും വലിയ ഊർജ്ജങ്ങളിൽ ഒന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രകാശം ഇല്ലാതെ സാധിക്കില്ല. കാരണം ജീവൻ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ഭക്ഷണം നമുക്ക് തരുന്നത് ചെടികളാണ്. ആ ചെടികളിൽ ഈ പറയുന്ന തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാകുന്നതിന് പ്രകാശം വേണം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ചെടികളിലൊക്കെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശമില്ലാതെ ഈ ഭൂമിയിൽ നിലനിൽപ്പേ ഇല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലേക്ക് വേണ്ട പ്രകാശം എവിടെ നിന്നാണ് വരുന്നത്? അത് വരുന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, അത് സൂര്യനിൽ നിന്നാണ്. അല്ലെ? സൂര്യൻ ഏതൊക്കെ തരത്തിൽ ഭൂമിയെ സ്വാധീനിക്കുന്നുണ്ട്? ഭൂമി അത് നമ്മളിങ്ങനെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ കാറ്റ് വീശണമെങ്കിൽ സൂര്യൻ വേണം, ഭൂമിയിൽ മഴ പെയ്യണമെങ്കിൽ സൂര്യൻ വേണം, ഭൂമിയിൽ കാലാവസ്ഥകൾ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സൂര്യൻ വേണം. അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഒരു മഹാസംഭവമല്ലേ? ഒരു സംശയമില്ല, സൂര്യൻ ഒരു മഹാസംഭവം തന്നെയാണ്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ സൂര്യനിലേക്കുള്ള ഊർജ്ജം എവിടെ നിന്നാണ് വന്നത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ എന്ന് പറയുന്നത് ചെറിയൊരു നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ വളരെ ചെറിയൊരു നക്ഷത്രം. ഇങ്ങനെ കോടാനും കോടി നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തുണ്ട്. ഈ നക്ഷത്രങ്ങളെല്ലാം ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നത് പോലെ സൂര്യൻ അടങ്ങുന്ന നക്ഷത്രങ്ങൾ ഒരു ഗാലക്സിയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് സൂര്യന് വേണ്ട ഊർജ്ജം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗാലക്സി അവസാനിക്കുന്നുണ്ടോ? അവിടെയും അവസാനിക്കുന്നില്ല. കുറെ ഗാലക്സികൾ കൂടി ചേർന്നാൽ അത് നമ്മുടെ ഗാലക്സി ക്ലസ്റ്റർ എന്ന് പറയും. ഈ ഗാലക്സികളെല്ലാം കൂടി ഈ ക്ലസ്റ്റർ ഒരു കേന്ദ്രമായിരിക്കും. ആ കേന്ദ്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കാം. അപ്പൊ ഈ ഗാലക്സികൾക്ക് വേണ്ട ഊർജ്ജം എവിടെ നിന്ന് ലഭിക്കുന്നു? ആ ഊർജ്ജം അതിന് ലഭിക്കുന്നത് ആ ഗാലക്സി, ഈ പറയുന്ന ഗാലക്സി ക്ലസ്റ്ററിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് എന്നാണ്. അങ്ങനെ ഈ ഗാലക്സി ക്ലസ്റ്ററുകളും മറ്റുള്ള കുറെ കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ അറബിയിൽ ആലം, പ്രപഞ്ചം, യൂണിവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ യൂണിവേഴ്സ് വരെ മനുഷ്യന്റെ പഠനം ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഈ യൂണിവേഴ്സിന് വേണ്ട എനർജി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിൽ ഈ പ്രപഞ്ചത്തിന്റെ പങ്ക് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ആവശ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് വേണ്ട സകലമാന ഊർജവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ് ഇന്നും എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ രീതിയിൽ വേണം നമ്മൾ പടച്ച റബ്ബിനെ മനസ്സിലാക്കാൻ. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നമുക്കത് വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ശാസ്ത്രം ഈ പറയുന്ന രീതിയിൽ ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവത്തെയും ദൈവനിഷേധത്തെയും അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്നതിനും ഒക്കെ ചില ആളുകൾ മുന്നോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതേ നാണയത്തിലൂടെ തന്നെ
ദൈവത്തിന്റെ അസ്തിത്വം, അള്ളാഹുവിന്റെ അസ്തിത്വം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടത്. ഇതൊരൊറ്റ ആയത്തിൽ നമുക്ക് മനസ്സിലായി കഴിയാം. ഇനി നിങ്ങൾ ആയത്തൊന്നും കൂടി, ആയത്തിന്റെ ഭാഗം ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു നിങ്ങൾ അല്ലെ. എന്താണ് തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു നൂറാണ്, പ്രകാശമാണ്, അല്ലെങ്കിൽ ഊർജ്ജമാണ്. എന്തിനൊക്കെയുള്ള സമാവാത്, ആകാശങ്ങളുടെ, വൽ അർദ്, ഭൂമിയുടെ. ഈ ഭൂമിയിലേക്ക് വേണ്ട സകലമാന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് വേണ്ട സകലമാന ഊർജത്തിന്റെയും സ്രോതസ്സാണ് അല്ലാഹു എന്ന് ഈ ഒരൊറ്റ ഖുർആനിലുള്ള ചെറിയൊരു പൊട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പ്രപഞ്ചനാഥനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഈ പറയുന്ന കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ഈ ലോകത്തിന് ഒരു പ്രപഞ്ചനാഥൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രപഞ്ചനാഥൻ ഉണ്ടാകേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് എന്ന് നമ്മൾ പറയാറുണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇത്തരത്തിലുള്ള റബ്ബ് ഉണ്ടെങ്കിൽ ആ റബ്ബ് എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അത് എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? അതും തീർച്ചയായിട്ടും ആ റബ്ബിനുണ്ടാകുന്ന ക്വാളിറ്റികളും കഴിവുകളും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരുപാട് വേദഗ്രന്ഥങ്ങളും ഒരുപാട് മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ നിലനിൽക്കെ ഈ പറയുന്ന റബ്ബിനെ കുറിച്ച് ഇത്രയും നല്ല തരത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നൽകുന്ന മറ്റൊരു ഗ്രന്ഥവും നമുക്ക് ഈ ലോകത്ത് എവിടെയും തപ്പിയ കാണാൻ കഴിയില്ല. ഞാൻ തുടക്കത്തിൽ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ സന്ദർഭം ഇതാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, നീ ഫിർഔന്റെ അടുത്തേക്ക് പോയിട്ട് ഫിർഔനെ ഇസ്ലാമിനെ കുറിച്ചും എന്നെ കുറിച്ചും റബ്ബിനെ കുറിച്ചൊക്കെ നീ പരിചയപ്പെടുത്തി കൊടുക്കുക. ആ കഥ നമുക്കറിയാം. അപ്പോ മൂസ അലൈഹി സ്വലാം ഒറ്റയ്ക്ക് പോകാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെറിയ സംസാരത്തിൽ ചെറിയൊരു വിക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂട്ടിയിട്ട് ഫിർഔന്റെ സന്നിധിയിലേക്ക് ചെന്ന് ഫിർഔനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഫിർഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബുക്കുമാന്ന് ചോദിച്ചു. രണ്ടാളുണ്ട് എന്നതിന്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരുടെയും, അതായത് മൂസ നിന്റെയും ഹാറൂനിന്റെയും റബ്ബ് ആരാണ് മൂസ എന്ന് ഫിർഔൻ അവിടെ വെച്ച് ചോദിക്കുകയാണ്. സൂറത്തു ത്വാഹ 20-ാമത്തെ സൂറത്തു ത്വാഹയിലെ 49-ാമത്തെ വചനമാണിത്. ഇതിന് മറുപടി ആയിക്കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പറയുന്ന മറുപടിയാണ് അടുത്ത ആയത്ത്, 50-ാമത്തെ ആയത്ത്. അങ്ങനെ മൂസ അലൈഹിസ്സലാം ഫിർഔനോട് തിരിച്ചു പറയുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഫിർഔൻ തന്നെ സ്വയം ദൈവമാണ് എന്ന് കൽപ്പിച്ചിരുന്ന ആളാണ്. ജീവൻ കൊടുക്കാനും ജീവൻ വെടിയാനും ഒക്കെ എന്നെ കൊണ്ട് സാധിക്കും എന്ന് അതിശക്തമായി കൊണ്ട് വാദിച്ചിരുന്ന ഒരു അന്നകാലത്തെ ഏറ്റവും വലിയ ആൾദൈവങ്ങളിൽ ഒരാളായിരുന്നു ഈ ഫിർഔൻ എന്ന് പറയുന്നത്. ചരിത്രം നമുക്കറിയാൻ പറ്റും. നിനക്ക് ജീവൻ നൽകാനും ജീവൻ എടുക്കാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് രണ്ടാളുകൾ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഫിർഔൻ ഒരുത്തരങ്ങൾ കൂട്ടുകളല്ലേ എന്നോട് പറഞ്ഞു, ഇയാളുടെ ജീവൻ എടുക്കാൻ എനിക്ക് കഴിയും. മറ്റാൾ വെറുതെ പറഞ്ഞത്രേ ആൾക്ക് ജീവൻ കൊടുക്കാനും എനിക്ക് കഴിയും. നമ്മളിപ്പോ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ മൂഢത്തരമായി തോന്നിപ്പോ. പക്ഷേ ഫിർഔന്റെ അഹങ്കാരം രൂപത്തിൽ പ്രവർത്തിക്കാനാണ് അയാളെ കൊണ്ട് അന്ന് പ്രേരിപ്പിച്ചത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം റബ്ബ് എന്ന ഒരു മറുപടി വ്യക്തമായിട്ട് ഫിർഔന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫിർഔൻ മാത്രമല്ല കൂടി നിൽക്കുന്ന ആളുകൾ വരെ ഒരു വേള അല്ലാഹുവിൽ അവിശ്വസിച്ചു പോകും എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ആ ആയത്താണ് രണ്ടാമത്തെ ആയത്ത്. മൂസ പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. റബ്ബുനല്ലദീ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളെയും ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചവരാണ് എന്റെ റബ്ബ്. അടച്ചു തീരുന്നില്ല. എന്നിട്ട് അതിന് വേണ്ട മാർഗദർശനം നൽകിയവനാണ് എന്റെ റബ്ബ് എന്നുള്ളതാണ്. അതായത് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല ആളുകൾക്ക് പറ്റും. ഒരു മൊബൈൽ ഫോണ് ഒരാൾ സൃഷ്ടിച്ചതാണ്, പക്ഷെ അതിനെ വെറുതെ സൃഷ്ടിച്ചോണ്ട് കാര്യമില്ലല്ലോ. ആ സൃഷ്ടിച്ച സംഗതിക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഉപാധി കൂടി നിർണയിച്ചു കൊടുക്കുമ്പോഴാണല്ലേ അത് യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടാവായിട്ട് മാറുന്നത്. ഇപ്പൊ ഭൂമിയെ സൃഷ്ടിച്ചു, വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഭൂമിയിൽ എന്ത് വേണം, ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ, മൃഗങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ ഈ ലോകത്ത് വന്ന് എന്ത്
ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവന്റെ കുറെ ആവശ്യങ്ങളുണ്ടല്ലോ, ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റി കൊടുക്കണം, അതൊക്കെ കഴിയുന്നവനായിരിക്കണം റബ്ബ് എന്ന രീതിയിലാണ് മൂസാ അലൈഹി വസ്സലാം അവർ മറുപടി പറയുന്നത്. ഇത്തരത്തിൽ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വചനങ്ങളും നമുക്ക് മറ്റൊരു ഗ്രന്ഥങ്ങൾ തപ്പിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സൂറത്ത് നമുക്ക് എല്ലാവരും അറിയുന്ന സൂറത്ത് ആയ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ വാഴ്ത്തുക. അല്ലദീ ഖലഖ ഫസവ്വ, അല്ലദീ ഖലഖ ഫസവ്വ, അവൻ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചവനാണ്. വല്ലദീ ഖദ്ദറ ഫഹദ, വല്ലദീ ഖദ്ദറ ഫഹദ, അവൻ വ്യവസ്ഥ നിർണയിച്ചവനും അതുപോലെ തന്നെ മാർഗദർശനം നൽകിയവനുമാണ്. വല്ലദീ അഖ്റജൽ മർഅ, അഖ്റജൽ മർഅ എന്ന് പറഞ്ഞാൽ ഈ സത്യജാതികൾ ഉത്ഭവിപ്പിച്ചവൻ അല്ലെങ്കിൽ നേതൃസ്ഥാനം അനുഗ്രഹിച്ച് നൽകിയവൻ എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഈ ചെടികളാണല്ലോ നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ തരുന്നത്. ആ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നൽകിയവനാണ് അല്ലാഹു എന്നാണ് ഒരായത്തോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനം എന്നിട്ട് അതിനെങ്ങനെ ഈ ചെടികളൊക്കെ വളർന്നതിന് ശേഷം ചാമ്പലാക്കി മാറ്റാനും അള്ളാഹുവിനെ കൊണ്ട് സാധിക്കും. അതായത് സംഭരിച്ച് കളയാനും അള്ളാഹുവിനെ കൊണ്ട് സാധിക്കും എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. 5 കാര്യങ്ങളാണ് ഈ ചെറിയ സൂറത്തിൽ അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച്, ഒരു റബ്ബിന് സൃഷ്ടാവിന് ഉണ്ടാകേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. 1, നേരായ മാർഗത്തിൽ സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായിരിക്കണം യഥാർത്ഥ റബ്ബ്. 2, ആ സൃഷ്ടിച്ചതിന് വ്യക്തമായ ഒരു വ്യവസ്ഥ നിർണ്ണയിച്ചു കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം റബ്ബ്. 3, ആ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് വേണ്ട മാർഗദർശനം, ജീവിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ ആവശ്യമായുള്ള മാർഗദർശനം നൽകുന്നവനായിരിക്കണം റബ്ബ്. 4, അവന് ഭക്ഷണം അല്ലെങ്കിൽ ജീവിതമാർഗം കണ്ടെത്തി കൊടുക്കുന്നവനായിരിക്കണം യഥാർത്ഥ റബ്ബ്. ഏറ്റവും അവസാനമായിട്ട് അവനൊരു സംഹാരകനായിരിക്കണം. അതായത് ഈ ഭൂമിയിലുള്ള ജീവനോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെയോ എങ്ങനെയാണോ അവൻ ഉണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെ നശിപ്പിച്ച് കളയാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഈ റബ്ബ് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ സൂറത്തിലൂടെ അല്ലാഹു നമ്മളെ മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിൽ അല്ലാഹുവിനെ കുറിച്ച്, പടച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ വിധത്തിൽ അവരിൽ വിശ്വസിക്കാനും ആ റബ്ബുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മൾ ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് റബ്ബിനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായി ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്നതാണ്. നമുക്ക് കിട്ടുന്ന സമയവും ഒക്കെ ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാനും അതല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സമയം നമ്മൾ കണ്ടെത്താം ഈ ഒരു സമയം. ഇനി ഇത്തരത്തിലുള്ള റബ്ബുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലൊരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു എന്ന് തന്നെ വെക്കാം. അതോടുകൂടി ഒരു മുസ്ലിമിന്റെ ബാധ്യത തീർന്നിട്ടുണ്ടോ? അതുകൂടി നമ്മൾ ആലോചിക്കണം. പല ആളുകളും അങ്ങനെയാണ്, ഞാനൊരു ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവ് വേണം എന്ന് എനിക്കറിയാം, അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ പഠിച്ച പഠനത്തിലൂടെയും ഞാൻ ഇപ്പം സയൻസ് ഒക്കെ പഠിച്ചപ്പോൾ എനിക്കത് ബോധ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പഠിക്കുന്ന ഏതൊരാൾക്കും ഈ ഭൂമിക്ക് ഒരു സൃഷ്ടാവ് വേണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി, അറിയുന്നതോടുകൂടിയിട്ട് നമ്മുടെ ബാധ്യത തീർന്നിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ സൂറത്തു ബഖറയിലെ 21-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഇതാണ് നമ്മുടെ ബാധ്യത. നമ്മൾ സാധാരണ ഖുർആനിൽ പല സ്ഥലങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനു എന്നൊക്കെ വിളിച്ചിട്ടാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ ആമനു എന്നല്ല വിളിച്ചത്, യാ
അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് വെച്ചാൽ ഈ കാണുന്ന മുഴുവൻ ജനങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ ആരാധിക്കണം. എന്തുകൊണ്ട് ആരാധിക്കണം? റബ്ബക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബാണ് ഞാൻ. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഓരോ മനുഷ്യരുടെയും ബാധ്യത. മുസ്ലിങ്ങളുടെ അല്ല, ഓരോ മനുഷ്യരുടെയും ബാധ്യതയായിട്ടാണ് പടച്ചറപ്പെടുത്തു പറയുന്നത്. അതായത് ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചു തന്നു, ആ പ്രപഞ്ചത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൂര്യനെ വെച്ചു തന്നു, അതിലൊരു ഭൂമി ഉണ്ടാക്കി തന്നു, ആ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് നൽകി തന്നു. എന്നിട്ട് ആ ഭൂമിയിലൂടെ വളരെ സുഖസൗകര്യത്തോടു കൂടിയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഇത്രയേറെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് തന്നിട്ടുള്ള ആ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരുടെയും ബാധ്യത എന്നാണ് പടച്ചറബി ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ അല്ലാഹുവിനെ ആരാധിച്ചാൽ മതിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിനെ ആരാധിക്കുക, അതിന്റെ കൂടെ ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്തു പോകാം. അങ്ങനെയല്ല, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഓരോ മനുഷ്യരുടെയും ബാധ്യത എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ്, അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരാധനാകർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന സ്വർഗം നമുക്ക് കിട്ടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ശിർക്കിന്റെ ഒരു തരിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും നിഷ്ഫലമായി പോകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മാഷി അസുഖബാധിതനായിക്കൊണ്ട് കിടക്കുകയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുകയും നമ്മളെയും നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുകയും നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നാം ഏവരെയും പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ആഴ്ച പള്ളിയിലെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്ന ദിവസമാണ് എന്ന് അറിയാൻ സാധിച്ചു. നിങ്ങളെ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ നൽകുക. പടച്ചറബ് ദാനധർമ്മങ്ങൾക്കൊക്കെ അതിയായ പ്രതിഫലം നൽകുന്നതാണ്. നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ പടച്ചറബ് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കാൻ പുരാനെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ നേർമാർഗത്തിൽ നടത്താൻ കഴിവും പ്രാപ്തിയും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا زرنا من النار، ربنا زرنا من النار، ربنا زرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا ادخلنا الجنة يا رب العالمين. آمين برحمتك يا أرحم الراحمين.